ലോകത്തിന് മുന്നിലേക്ക് സ്നേഹത്തിൻ്റെ വലിയൊരു പ്രകാശത്തിൻ്റെ തിരുനാളം കാണിച്ച പ്രിൻസേ, അങ്ങയ്ക്ക് വലിയൊരു നാമവാകം. മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത വായിക്കാട്ടോ. അത് കേട്ട് സന്തോഷവും അഭിമാനവും മനസ്സിന് വല്ലാത്ത നൊമ്പരൊക്കെ തോന്നിയൊരു വാർത്തയാണ്. ഞാൻ വേഗം വായിച്ചു പോവാം. അടുത്ത ബന്ധുക്കളാരും ഇല്ലാത്ത അയാൾക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്ത് ഇതര മതസ്ഥനായ ഗ്രാമപഞ്ചായത്ത് അംഗം കരൂർ ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡ് മെമ്പർ പ്രിൻസ് കുര്യത്താണ് തൻ്റെ വാർഡിലെ കണിയാരാംപറമ്പിൽ ശിവശങ്കരൻ നായർക്ക് 75 വയസ്സ് ഹൈന്ദവ ആചാരപ്രകാരം അന്ത്യകർമ്മങ്ങൾ ചെയ്തത്. ശിവശങ്കരൻ നായർ വീണ് നട്ടെല്ലിന് പരിക്കേറ്റ് മാസങ്ങളായി കിടപ്പിലായിരുന്നു. അവിവാഹിതനായ ഇദ്ദേഹത്തിന് അടുത്ത ബന്ധുക്കളില്ല. ചികിത്സാ ചെലവും മറ്റും നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹകരണത്തോടെ പ്രിൻസ് ഏറ്റെടുത്തിരുന്നു. കടത്തെണ്ണയിൽ കഴിഞ്ഞിരുന്ന ശിവശങ്കരൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പള്ളി കമ്മിറ്റിയുടെ സഹായത്തോടെ 4 സെൻറ്റിൽ ഒരു ചെറിയ വീട് നിർമ്മിച്ചു നൽകി. 8 മാസത്തോളമായി ചികിത്സയ്ക്കും ആസ്പത്രിയിൽ പോകുന്നതിനും പ്രിൻസും സുഹൃത്തുക്കളും തന്നെയായിരുന്നു ശിവശങ്കരൻ്റെ തുണ. നാട്ടുകാർ ഭക്ഷണം നൽകാനും ഏർപ്പാടാക്കി. 1 മാസം മുമ്പ് രോഗം കൂടിയതോടെ തൊട്ടുവയലിലുള്ള അനുഗ്രഹ ചാരിറ്റബിൾ ട്രസ്റ്റ് ശിവശങ്കരനെ എത്തിച്ചു. അവിടെ ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ടാണ് മരിച്ചത്. വിവരമറിഞ്ഞെത്തിയ പ്രിൻസ് മൃതദേഹം പാലാ അരുണാപുരത്തെ സ്വകാര്യ ആസ്പത്രി മോർച്ചറിയിൽ എത്തിച്ചു. ശനിയാഴ്ച മൃതദേഹം പ്രിൻസിൻ്റെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അകന്ന ബന്ധുക്കളും നാട്ടുകാരും എത്തി. ഹൈന്ദവ ആചാരപ്രകാരം മൃതദേഹം സംസ്കരിക്കാൻ തീരുമാനിച്ചു. ബന്ധുക്കളില്ലാത്തതിനാൽ പ്രിൻസ് തന്നെ കർമ്മങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരികയായിരുന്നു. മകേഷ് ശാന്തിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഈ ഒരു വാർത്ത കേട്ടിട്ട് എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? കേരളത്തിലല്ലാതെ ഇതെവിടെ നടക്കുക? ഇത്രയും മനോഹരമായ ഒരു കാഴ്ച. മനോഹരം എന്ന് പറഞ്ഞാൽ ഒരു അന്യമതസ്ഥനായ ഒരു മനുഷ്യൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ മറ്റൊരു മതസ്ഥൻ അത് ചെയ്യുക എന്നുള്ള ഏറ്റവും മനോഹരമായ മനുഷ്യത്വം തുളുമ്പി നിൽക്കുന്ന, ഒരു മനുഷ്യനെ മനുഷ്യനായി മാത്രം കാണുന്ന, ഒരു മതത്തിൻ്റെ പേരിലും വൈരം സൂക്ഷിക്കാത്ത ഈ കേരള നാടിനെ പറ്റി നമുക്ക് അഭിമാനിക്കാൻ ഏറെ വകയുണ്ട് കേട്ടോ. ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക്, ഒരു കേരളീയൻ എന്നുള്ള നിലയ്ക്ക് അഭിമാനിക്കാൻ പറ്റിയ ഏറ്റവും വലിയ മുഹൂർത്തം. മനുഷ്യന് മനുഷ്യനായി കാണാനുള്ളൊരു മലയാളിയുടെ അപാരമായ ആ ഒരു കഴിവ്, സ്നേഹം. ഒരു മതസ്ഥന് മറ്റൊരു മതത്തിൻ്റെ ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി അന്യമതസ്ഥൻ ആ ഒരു ക്രിയകളൊക്കെ, മരണാനന്തര ക്രിയകളൊക്കെ ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്ത് അംഗമായ പ്രിൻസിനെ ഒരു വലിയ സല്യൂട്ട് അടിച്ചേ പറ്റൂ, ബഹുമാനിച്ചേ പറ്റൂ, അദ്ദേഹത്തെ ആദരിച്ചേ പറ്റൂ. വലിയ മഹാമനസ്കതയാണ് അത്. ഇതൊരു വലിയ ലോകത്തിന് തന്നെ വലിയൊരു പാഠാണ്. മതത്തിന് എല്ലാ മത നേതാക്കന്മാരെക്കാളൊക്കെ ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തിത്വമാണ് പ്രിൻസ് എന്ന് പറയേണ്ടി വരും. കാരണം ഈ ഒരു പുരോഹിതൻ പോലും, നമ്മുടെ പുരോഹിതർ, ഏതെങ്കിലും ഒരു മതപുരോഹിതൻ ഇങ്ങനൊരു മാതൃക കാണിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അതാണ് പ്രിൻസ് കാണിച്ചിരിക്കുന്നത്. എനിക്ക് പ്രിൻസിനെ അറിയില്ല. പ്രിൻസ് ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്ന ഒരു മഹാസന്ദേശമാണ്. മറ്റൊരു മതസ്ഥന് വേണ്ടി അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള വലിയ മനസ്സ് കാണിക്കുക. ഇതിൽ പരം ഒരു മനുഷ്യ സ്നേഹം എവിടെയാണ് കാണേണ്ടത്? ഇതാണ് യഥാർത്ഥത്തിലുള്ള മതം. ഇതാണ് വേണ്ടത്. ഈ ഒരു മനസ്സിൻ്റെ വലുപ്പമുണ്ടല്ലോ, ഈ ഒരു ചിന്തയായി, ഈ ഒരു കാരുണ്യവുമായി നടക്കുന്ന ഒരു മതമുണ്ടെങ്കിൽ ആ മതമാണ് മനുഷ്യമതം. പ്രിൻസേ, നിങ്ങൾ ഒരു മതത്തിൻ്റെയും ചട്ടക്കൂടുകളിലകത്ത് നിൽക്കുന്ന മനുഷ്യനല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ പുലർത്തുന്ന ആ മനസ്സുണ്ടല്ലോ, അതാണ് മനുഷ്യമതം. അതാണ് ഏറ്റവും വലുത്. അത് ഒരു കേരളത്തിൽ നിന്ന് ഒരു മലയാളിക്ക് അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ ഒരു മലയാളി എന്നുള്ള നിലയിൽ അഭിമാനിക്കുന്നു. നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? നിങ്ങൾക്കിത് കേട്ടിട്ടും കണ്ടിട്ടും എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിൽ കമൻ്റായിട്ടിടണം. ലോകം മുഴുവൻ പ്രചരിക്കട്ടെ ഈ സന്ദേശം. പ്രിൻസ് ലോകത്തിന് വലിയൊരു സന്ദേശം നൽകി എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അന്യമതസ്ഥരോട് വിരോധം വെച്ച് പുലർത്തുന്ന ഒരു പ്രത്യേക സംസ്കാരം വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യാശയുടെ ഒരു തിരിനാളമായി ഈ പ്രിൻസ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ ആഹ്ലാദവും സന്തോഷവും എത്ര പറഞ്ഞാലും അവസാനിക്കുന്നില്ല. പ്രിൻസേ, ഒരിക്കൽ കൂടി താങ്കളുടെ ഈ മഹാമനസ്കതയുടെ, ഈ മനുഷ്യത്വത്തിൻ്റെ, ഈ കാരുണ്യത്തിൻ്റെ ആ വലിയ മനസ്സിൻ്റെ മുമ്പിൽ ശിരസ്സ് നമിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ്
ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. താങ്ക് യു.